67ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വളരെ ആവേശകരമായും സുഗമമായും മുന്നോട്ട് പോവുകയാണ്. ഉത്സവത്തിന്റെ സുതാര്യമായ നടത്തിപ്പിനായി സ്വീകരിച്ചിട്ടുള്ള നടപടികളും നിലവിലെ പുരോഗതിയും ബഹുമാനപ്പെട്ട സംഘാടക സമിതിയുടെ ചെയർമാൻ ശ്രീ രാജനും ഞാനും വിദ്യാഭ്യാസ ഡയറക്ടറും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഇന്ന് വിളിച്ച് ചേർക്കുന്നത്. ആദ്യ ദിവസമായി ഇന്നലെ മത്സരങ്ങൾ വൈകി അവസാനിക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം തന്നെ എല്ലാ കമ്മിറ്റിയിലെ യോഗം ബഹുമാനപ്പെട്ട ചെയർമാനും ഞങ്ങളെല്ലാവരും പങ്കെടുത്തുകൊണ്ട് ചേർന്ന് ഇന്നത്തെ പരിപാടിക്ക് രൂപം നൽകുകയുണ്ടായി. ഇന്ന് കാര്യങ്ങൾ വലിയൊരു പരിധി വരെ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭൂരിഭാഗം വേദികളും നിശ്ചയിച്ച സമയത്ത് തന്നെ മത്സരങ്ങൾ ആരംഭിച്ചു. പ്രധാന വേദി വേദി നമ്പർ 1 കൃത്യം 9:30 മത്സരം ആരംഭിച്ചു. ഞാനും ചെയർമാനും അവിടെ ഉണ്ടായിരുന്നു. കേവലം 4 വേദികൾ മാത്രമാണ് നേരിയ കാലതാമസം ഉണ്ടായിട്ടുള്ളത്. അപ്പീലുകൾ മൂലം ഉണ്ടാകുന്ന കാലതാമസമാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. മത്സരങ്ങൾ നിലവിലെ കണക്കുകൾ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ നിശ്ചയിച്ചിട്ടുള്ള 249 ഇനങ്ങളിൽ 91 ഇനങ്ങളുടെ ഫലം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇനി 158 ഇനങ്ങളാണ് പൂർത്തീകരിക്കുക എന്നുള്ളത്. ഇത്തവണ ഏറ്റവും വലിയ പ്രത്യേകത വിജയികൾക്ക് അപ്പോൾ തന്നെ കളർ പ്രിന്റ് എടുത്ത സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പീലുകൾ ആകെ 333 ലോവർ അപ്പീലുകളാണ് ലഭിച്ചത്. ഇതിൽ 30 എണ്ണത്തിൽ കുട്ടികൾ ഗ്രേഡ് നേടുകയും തുക തിരിച്ചു നൽകുകയും ചെയ്യുന്നു. ഹയർ അപ്പീലായി ആകെ 25 എണ്ണമാണ് വന്നത്. ഇതിൽ 5 എണ്ണം അനുവദിച്ചിട്ടുണ്ട്. കലോത്സവത്തിന്റെ ഊട്ടുപുര വളരെ സജീവമാണ്. ഇന്നലെ 25,000-ഓളം പേർക്കാണ് ഭക്ഷണം നൽകിയിട്ടുള്ളത്. ഇന്നുച്ചയ്ക്ക് മാത്രം 17,000-ത്തിലധികം പേർക്ക് ഭക്ഷണം വിളമ്പി. ഇന്നത്തെ ദിവസം മൊത്തം 30,000-ഓളം പേർക്കാണ് ഭക്ഷണം നൽകുന്നുവെന്നാണ് കണക്ക്. കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ള 21 അക്കോമഡേഷൻ സെന്ററുകളിൽ നല്ല നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് ഉറപ്പാക്കിയിട്ടുള്ളത്. നിലവിൽ 1,800-ഓളം കുട്ടികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുവാൻ പരിശീലനം ലഭിച്ച 110 പേരുണ്ട് ഈ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി. താമസ സൗകര്യങ്ങളുടെ ലൊക്കേഷൻ എളുപ്പത്തിൽ കണ്ടെത്തുവാൻ ഹൈപ്പർ ലിങ്ക് അടങ്ങുന്ന ഡിജിറ്റൽ നോട്ടീസ് പുറത്തിറക്കിയത് വലിയ സഹായമായിട്ടുണ്ട്. എല്ലാ വേദികളിലും താമസ സ്ഥലങ്ങളിലും മതിയായ ടോയ്ലറ്റ്, കുടിവെള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും മുൻഗണന നൽകിക്കൊണ്ട് വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ വേദികളിലും ഡോക്ടർമാർ, ആവശ്യമായ മരുന്നുകൾ, ആംബുലൻസ്, ഫയർഫോഴ്സ് എന്നിവ സജ്ജമാണ്. പോലീസിന്റെ കർശന നിരീക്ഷണവും 700 വളണ്ടിയർമാരുടെ സേവനവും എല്ലാ വേദികളിലും ലഭ്യമാണ്. കലോത്സവം വൻ വിജയമാക്കുവാൻ സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്നിപ്പോൾ 2ാം ദിവസമാണ്. ഇതുവരെ മറ്റൊരു പ്രശ്നങ്ങളും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പുതുതായി ഒരു കൺട്രോൾ റൂം ഇന്നലത്തെ മീറ്റിംഗിന് ശേഷം ആരംഭിച്ചിട്ടുണ്ട്. സോസംഘ ഓഫീസ് എല്ലാ വേദികളുമായി 1 മണിക്കൂർ ഇടപെട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രോൾ റൂം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ പരിശോധിച്ചപ്പോൾ ഒരു പ്രശ്നം, കൃത്യസമയത്ത് തന്നെ തുടങ്ങണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഇന്നലെയാണെങ്കിൽ രാത്രി വളരെ വൈകി ഒരു 10,000 ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി. അതൊരു ഉത്സവമാണല്ലോ. ഇന്നിപ്പോൾ ഇവിടെ ഒരു 7-8 മണിയാകുമ്പോൾ തീരും, ആളനക്കല്ലാതാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.